students, the next topic is pin diagram of 8051 or pin description of 8051. Now here 8051 is a 40 pin IC, okay, and we have that is pin number 20 is the ground pin and pin number 40 is a VCC pin, that is for the plus 5 volt supply. Then we have the pins for the ports, that is P, that is port 1 is from 1 to 8, pin numbers 1 to 8. Then we have pin numbers 32 to 39, that is for port 0. Then we have pin number 21 to 28, pin number that is port 2, and for port 3 we have 10 to 17, okay. Then we have each of these ports, that is there will be alternate functions, that is shown in the bracket. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, അതായത് പോർട്ട് 0 അത് പോർട്ട് 0 ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് അഡ്രസ് ഡേറ്റ മൾട്ടിപ്ലെക്സ്ഡ് ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യാം, ഓക്കെ. അതാണ് ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ AD0 to AD7, ഓക്കെ. അതേപോലെ തന്നെ ഇപ്പം പോർട്ട് 2 ആണെങ്കിൽ അഡ്രസ് ലൈൻസ്, ഹയർ ഓർഡർ അഡ്രസ് ലൈൻസ് ആയിട്ട് അതിന് ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഓക്കെ. ഐദർ പോർട്ട് 2 ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ ഓർഡർ അഡ്രസ് ലൈൻസ് യൂസ് ചെയ്യാം. ഇനി പോർട്ട് 3 ആണെങ്കിൽ അതേപോലെ തന്നെ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്, ബ്രാക്കറ്റിൽ കാണാം. ഇപ്പോൾ P3.0, 3.1 അങ്ങനെ. അപ്പോൾ നമുക്ക് പിൻ ഡിസ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. Then we have the other that is control signals, then ALE signal, okay, then reset signal, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കതിനെ ഓരോന്നായിട്ട് നോക്കാം. That is the pin diagram. Pin is my 8051 microcontroller is available as a 40 pin DIP, that is dual inline purpose chip, and it works at plus 5 volt DC. Among the 40 pins, total 32 pins are allotted for 4 parallel ports. Each port occupies 8 pins, okay. അപ്പോൾ അവിടെ 32 pins പോർട്ടിന് വേണ്ടിയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്, ഓക്കെ. റിമൈനിങ് പിൻസ് VCC ഉണ്ട്, ദെൻ അതായത് ഗ്രൗണ്ട്, ദെൻ XTAL1, XTAL2 അത് ക്രിസ്റ്റൽ ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, RST, EA, PSEN, ഓക്കെ. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് നോക്കാം. പിൻ കോൺഫിഗറേഷൻ ആൻഡ് ഫങ്ഷൻസ്, that is pin number 1 to 8 port 1 ആണ്. Each of these pins can be used as either input or output according to the needs. Also pin 1, 2 they have special functions associated with timer 2, okay, that is P1.0 and P1.1, okay. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് പിൻസ് നമുക്ക് ടൈമർ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് അതിൽ ഉണ്ട്. ടൈമർ 2 ആണ്. ടൈമർ 2 പക്ഷേ ഇവിടെ ഇല്ല, 8051 ഇല്ല. 80 വേറൊരു ഫാമിലിയിലാണ് ടൈമർ 2 ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഫംഗ്ഷനാണ് പിൻസ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. RST, that is reset signal ആണ്. High logical state on this input holds the MCU and clears all the registers. Bringing this back to logical state 0 starts the program anew as if the power has just been turned on. In other words, positive voltage resets the MCU. Depending on the device purpose and environment, this pin is usually connected to push button, reset upon start circuit, or a brownout reset circuit. അതായത് ഇവിടെ നമുക്ക് RST പിന്നിൽ 1 ആണെങ്കിൽ റീസെറ്റ് ചെയ്യും. അതായത് ഈ മൈക്രോ കൺട്രോളർ അത് ഓൾറെഡി, അതായത് ആദ്യം മുതലേ തുടങ്ങാൻ വേണ്ടി എല്ലാ രജിസ്റ്റേഴ്സും ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി അത് സ്റ്റാർട്ട് ചെയ്യും പവർ ഓൺ ചെയ്യുമ്പോൾ. അതർ വേർഡ്സ്, പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീസെറ്റ് ദ മൈക്രോ കൺട്രോളർ, ആൻഡ് അതിൻ്റെ എന്താണോ അതിൻ്റെ പേർപ്പസ് അനുസരിച്ച് അതിപ്പം ഈ പിന്ന് കണക്ട് ചെയ്യുന്നത് ഐദർ പുഷ് ബട്ടണിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേറെ തന്നെ ഒരു റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സർക്യൂട്ട് ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യുമായിരിക്കും. ദെൻ റീസെറ്റ് അപ്പോൺ സ്റ്റാർട്ട്, അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാവാം. അങ്ങനെ സ്പെഷ്യൽ വേറെ തന്നെ സർക്യൂട്ടിൽ അത് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവാം ഈ ഒരു പിന്ന്. ഇനി നെക്സ്റ്റ് ദിസ് പോർട്ട് 3, ദാറ്റ് ഈസ് പിൻ നമ്പർ 10 to pin number 17. As with port 1, each of the pins can be used as universal input or output. However, each pin of port 3 has alternate function. അതായത് ഈ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പിൻ നമ്പർ 10ൻ്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് R×D, അതായത് സീരിയൽ ഇൻപുട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ ഓർ സീരിയൽ ഔട്ട്പുട്ട് ഫോർ സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ രണ്ടിനും സീരിയൽ ഇൻപുട്ട് അസിൻക്രണസ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സീരിയൽ ഔട്ട്പുട്ട് സിൻക്രണസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി പിൻ നമ്പർ 11 എന്ന് പറയുന്നത് T×D, ദറ്റ് ഈസ് സീരിയൽ ഔട്ട്പുട്ട് ഫോർ സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ ഓർ ക്ലോക്ക് ഔട്ട്പുട്ട് ഫോർ സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷനും
ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ടി ക്രോസ് ഡി ഔട്ട്പുട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലോക്ക് ഔട്ട്പുട്ട് ഫോർ ദാറ്റ് ഈസ് ക്ലോക്ക് ഔട്ട്പുട്ട് ഫോർ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതായത് ക്ലോക്ക് ഔട്ട്പുട്ട് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. പിന്നെ പിൻ നമ്പർ 12 എന്ന് പറയുന്നത് INT0 ഇസ് ഇൻപുട്ട് ഫോർ ഇൻട്രപ്റ്റ് 0 ആൻഡ് INT1 പിൻ നമ്പർ 13 ഇൻപുട്ട് ഫോർ ഇൻട്രപ്റ്റ് 1. ഓക്കെ, അതൊരു ഇൻപുട്ടായിട്ട്, അതായത് അവിടെ ഇൻട്രപ്റ്റ്സ് വരാം. ഇനി പിൻ 14 എന്ന് പറയുന്നത് T0 ക്ലോക്ക് ഇൻപുട്ട് ഓഫ് കൗണ്ടർ 0 ആൻഡ് പിൻ 15 എന്ന് പറയുന്നത് T1 ദാറ്റ് ഇസ് ക്ലോക്ക് ഇൻപുട്ട് ഓഫ് കൗണ്ടർ 1. കൗണ്ടർ 0 കൗണ്ടർ 1ൻ്റെയും ക്ലോക്ക് ഇൻപുട്ട്സ് ആണ് അത്. ദെൻ WR ബാർ എന്ന് പറയുന്നത് സിഗ്നൽ ഫോർ റൈറ്റിംഗ് ടു ദ എക്സ്റ്റേണൽ റാം മെമ്മറി ആൻഡ് RD ബാർ സിഗ്നൽ ഫോർ റീഡിംഗ് ഫ്രം ദ എക്സ്റ്റേണൽ റാം മെമ്മറി. ഓക്കെ, അത് നമുക്കറിയാം. WR ബാർ ലോ ആകുമ്പോൾ, അതായത് WR ബാർ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ സിഗ്നലാണ്. അപ്പോൾ അത് റൈറ്റ് ചെയ്യുമ്പോഴും എക്സ്റ്റേണൽ റാമിലേക്ക് റൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലോ ആയിരിക്കും. റീഡ് ചെയ്യുന്ന സമയത്ത്, അതായത് എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് RD ബാർ ലോ ആയിരിക്കും. Then we have XTAL2, XTAL1. They are the input and output of the internal oscillator. Quartz crystal ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. പിന്നെ XTAL1, XTAL, these two pins are connected to quartz crystal which runs on-chip oscillator, that is quartz crystal is connected to two pins along with a capacitor of 30 picofarad. Okay, if we use a source other than crystal, it will connect it to XTAL1, XTAL2 is left, that is it will connect it to XTAL1, XTAL2 and is left unconnected. അപ്പോൾ ഇവിടെ ഇപ്പം ഇതാണ് ഒരു ഫിഗർ കാണിക്കുന്നത്. അതായത് ക്രിസ്റ്റൽ ഓസിലേറ്ററിന് രണ്ട് ഇൻപുട്ട്സ് ഇതിലേക്ക് കൊടുക്കുന്നത് XTAL1, XTAL2. അത് കപ്പാസിറ്റർ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. Then 20 pin is pin for the ground. Then 21 to 22 is port 2, and if external memory is not present, pins of port 2 act as the input output and as universal input output. If the external memory is present, then this is a location for higher address byte A8 to A15. അപ്പോൾ അത് പറഞ്ഞല്ലോ, പോർട്ട് 2ൻ്റെ ഓൾട്ടർനേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്, ഹയർ ഓർഡർ അഡ്രസ്സ് അവിടെ അതിന് യൂസ് ചെയ്യുന്നതാണ് A8 to A15. ആൻഡ് it is important to note that cases when not all the bits are used for addressing the memory, the rest unused are available as input output. അതായത് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പിന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ, അതായത് A8 to A15 അഡ്രസ്സ് കൊടുക്കാൻ. ഇനി സപ്പോസ് ഇപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്നില്ലെങ്കിൽ ആ ഒരു പിൻ തന്നെ അല്ലെങ്കിൽ അൺയൂസ്ഡ് ബിറ്റ്സ് അത് ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി PSEN ബാർ എന്ന് പറയുന്നത് പ്രോഗ്രാം സ്റ്റേറ്റ് എനേബിൾ ആണ്. അത് MCU ആക്ടിവേറ്റ്സ് ദിസ് ബിറ്റ് upon each reading of the byte instruction from program memory. If external ROM is used for storing the program, PSEN is connected directly to the control pins. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ MCU ഈ ഒരു പിന്നെ ആക്ടിവേറ്റ് ചെയ്യും, അതായത് അത് ലോ ആവും. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ റോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് ഇത് ഡയറക്റ്റ്ലി ആ ഒരു കൺട്രോൾ പിന്നിൽ കണക്ട് ചെയ്യുന്നത്. അഡ്രസ് ലാച്ച് എനേബിൾ. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ അതായത് നമ്മളിപ്പം ടൈം ഡയഗ്രാം പറഞ്ഞില്ല, അപ്പോൾ അതുപോലെ തന്നെ 8085ൻ്റെ ആർക്കിടെക്ചർ എടുത്തപ്പോൾ അതിൻ്റെ പിൻ ഡയഗ്രാം എടുത്തപ്പോൾ ALE ഫംഗ്ഷൻ പറഞ്ഞില്ലേ, അതേ ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ബിഫോർ ഈച്ച് റീഡിംഗ് ഓഫ് ദ എക്സ്റ്റേണൽ മെമ്മറി, MCU സെൻഡ്സ് ദ ലോവർ ബൈറ്റ് ഓഫ് ദ അഡ്രസ് രജിസ്റ്റർ ടു പോർട്ട് 0 ആൻഡ് ആക്ടിവേറ്റ്സ് ദ ഔട്ട്പുട്ട് ALE. External chip memorizes the state of the port P0 upon receiving a signal from ALE, uses it as part of the address for memory chip. അതായത് ഇവിടെ ഇപ്പം നമുക്ക് ALEൻ്റെ നോക്കാം. ALE എന്ന് പറയുന്നത് ഇവിടെയാണ് പിൻ നമ്പർ 30. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ALE നമ്മൾ അഡ്രസ് ലാച്ച് എനേബിൾ ആണ്. അതായത് അതിൻ്റെ മൾട്ടിപ്ലെക്സ് ഉണ്ടെങ്കിൽ ആ ഹയർ ഓർഡർ അഡ്രസ്സ് അവിടെ കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ചിപ്പ് ഉണ്ടാവും, അതായത് ഒരു ലാച്ച്, ആ ലാച്ചിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ALE സിഗ്നൽ അല്ലേ. സോ ഇവിടെ നമുക്ക് സെക്കൻഡ് പാർട്ട് ഓഫ് ദ MCU ALE സിഗ്നൽ ഓഫ് ആയിരിക്കും. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ മെമ്മറീസ്, അതായത് സൈക്കിൾ അല്ലെങ്കിൽ ആ ഫസ്റ്റ് T സ്റ്റേറ്റിലാണ് എന്താണ് ALE ഹൈ ആവുന്നത് അല്ലേ, അല്ലാത്തത് ALE ലോ ആയിരിക്കും. ആൻഡ് പോർട്ട് P0 ഈസ് യൂസ്ഡ് ആസ് ഡേറ്റാ ബസ് അല്ലേ. സോ ഇൻ ദിസ് വേ ബൈ ആഡിങ് ഓൺലി വൺ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്, ഡേറ്റ ഫ്രം ദ പോർട്ട് ക്യാൻ ബി മൾട്ടിപ്ലെക്സ് ആൻഡ് പോർട്ട് സൈമൾട്ടേനിയസ്ലി യൂസ് ഫോർ ട്രാൻസ്ഫറിങ് ബോത്ത് അഡ്രസ് ആൻഡ് ഡേറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ്സും ഡേറ്റ രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരേ സമയത്ത്. അപ്പോൾ അവിടെ നമുക്കത് ലാച്ച് ചെയ്യണം, ആ ഡേറ്റ
സേവ് ചെയ്ത് വെക്കണം, അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയാണ് ALE. ഇനി നമുക്ക് EA നോക്കാം. EA എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആക്സസ് ആണ്. ദറ്റ് ഈസ് ആഫ്റ്റർ റീസെറ്റ് the microcontroller starts fetching the instruction from 0000. This can either be on chip or external depending on the value of the EA input. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ EA പിന്നിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ EA ബാർ ആണ് ആക്ച്വലി അത്. അപ്പോൾ EA ബാർ ലോ ആണെങ്കിൽ പ്രോഗ്രാം മെമ്മറി എക്സ്റ്റേണൽ ആണ് യൂസ് ചെയ്യുന്നത്. EA ബാർ ഹൈ ആണെങ്കിൽ അഡ്രസ് ഫ്രം 0000 to 0FF, അതായത് ഇൻറ്റേർണൽ റോം ആണ് യൂസ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്, ഓൺ ചിപ്പ് മെമ്മറി. ആൻഡ് അഡ്രസ്സസ് ഫ്രം 1000 to 1FFFF will refer to external memory. അങ്ങനെ ആ സമയത്ത് എക്സ്റ്റേണൽ മെമ്മറിയാണ് യൂസ് ചെയ്യുക EA ബാർ ലോ ആണെങ്കിൽ. ദെൻ 32 to 39 will be port 0. ഇതാണ് പോർട്ട് 0ൻ്റെ ഇത്. അതായത് പോർട്ട് 0 is an 8-bit input output port with dual purpose. If external memory is used, these port pins are used for the lower address byte or address AD0 to AD7. Otherwise all bits of the port are either input or output. Unlike other ports, port 0 is not provided with the pull-up resistor internally. So for port 0, pull-up resistors of nearly 10K are to be connected externally as shown. അതായത് വേറെ എല്ലാ പോർട്സിനും പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് കണക്ട് ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റേർണലി തന്നെ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇവിടെ പോർട്ട് 0 ആണെങ്കിൽ എക്സ്റ്റേർണലി ആണ് പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്. അതൊരു 10K വാല്യൂ ഉള്ള പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് വേണ്ടി വരും. അതുപോലെ തന്നെ പോർട്ട് 0 എന്ന് പറയുന്നത് ഡുവൽ പർപ്പസ് ആണ്. എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലോവർ ഓർഡർ AD0 to AD7 ബിറ്റ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. Then we have last pin, that is VCC, that is plus 5 volt power is required for 8051. This is the pin description of 8051.